നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വിമാനത്താവളത്തിലൂടെ സ്വർണ്ണക്കടത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കൂടുതൽ ക്യാബിൻ ക്രൂ അംഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ പിടിയിലായ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ കോ സുറാബി ഖാത്തൂർ പല തവണകളിലായി 20 കിലോ സ്വർണം കടത്തിയെന്നതാണ് കണ്ടെത്തൽ. സുറാബി ഖാത്തൂർ സ്വർണം കടത്തിയത് കൊടുവള്ളി സംഘത്തിന് വേണ്ടിയാണ് എന്നാണ് നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഖത്തറിൽ നിന്നും കണ്ണൂരിലേക്ക് വരുന്നതിനിടെ ആരാണ് സുറാബി ഖാത്തൂറിന് സ്വർണം നൽകിയതെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് DRI ഉള്ളത്. 1 കിലോ സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ എയർ ഹോസ്റ്റസ് ആയ സുറബി ഖാത്തൂറിന് പ്രത്യേക പരിശീലനം കിട്ടിയിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസി കരുതുന്നത്. പരിശീലനം ലഭിച്ചാൽ മാത്രമേ ഇത്രയധികം സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയുകയുള്ളൂ. സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എയർ ഹോസ്റ്റസ് സുറബിക്ക് പിന്നാലെ കണ്ണൂർ സ്വദേശിയായ സീനിയർ ക്യാബിൻ ക്രൂ അംഗവും അറസ്റ്റിലായിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരനായ കണ്ണൂർ തില്ലങ്കേരി സ്വദേശി സുഹൈലാണ് പിടിയിലായിരിക്കുന്നത്. യുവതിയെ റിക്രൂട്ട് ചെയ്തതിൽ സുഹൈലിന് പങ്കുണ്ടെന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തലിനെ തുടർന്ന് അറസ്റ്റിലായിരിക്കുന്നത്. സുഹൈൽ തില്ലങ്കേരിക്കാരനാണ്. ഇയാൾ പോലീസ് പിടിയിലുള്ള മറ്റൊരു തില്ലങ്കേരിക്കാരന്റെ പിൻബലത്തോടെയാണോ കള്ളക്കടത്ത് നടത്തുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്റലിജൻസ് വിവരത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. കേസിൽ 850 ഗ്രാം സ്വർണം കടത്താൻ ഒത്താശ ചെയ്ത് സുഹൈലാണ് എന്നും CRI അറിയിച്ചു. സുറബി ഖാത്തൂറിനെ കടത്തു സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ സുഹൈലിന് പങ്കുണ്ടെന്നാണ് CROയുടെ കണ്ടെത്തൽ. പ്രത്യേക രഹസ്യ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിലെ CRI മെയ് 28-ന് മസ്കറ്റിൽ നിന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ക്യാബിൻ ക്രൂ അംഗം കൊൽക്കത്ത സ്വദേശി സുറബി ഖാത്തൂറിനെ പിടികൂടുകയായിരുന്നു. തിരച്ചിലിൽ സംയുക്ത രൂപത്തിലുള്ള 960 ഗ്രാം സ്വർണം കണ്ടെത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിനും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ യുവതിയെ കണ്ണൂരിലെ വനിതാ ജയിലിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയതിന് ഒരു എയർലൈൻ ക്യൂ അംഗം പിടിക്കപ്പെടുന്ന രാജ്യത്തെ ആദ്യത്തെ കേസാണിത്. വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ ശേഖരിച്ച തെളിവുകൾ പ്രകാരം ഖാത്തൂർ നിരവധി തവണ സ്വർണം കടത്തിയെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഒരു ജീവനക്കാരി ഉൾപ്പെട്ട സംഭവം കസ്റ്റംസ് അധികൃതർ അന്വേഷിക്കുന്നുണ്ട് എന്നും ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഞങ്ങൾ അന്വേഷണ അധികാരികളുമായി സഹകരിക്കും എന്നൊരു എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് അറിയിച്ചു. 2023 മാർച്ചിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി 1.4 കിലോഗ്രാം സ്വർണം കടത്തിയതിന് മറ്റൊരു എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ അംഗം ഷാഫി ഷറഫിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കയ്യിൽ പ്ലാസ്റ്റിക് ബാൻഡുകളിൽ പോസ്റ്റ് രൂപത്തിലാക്കിയാണ് ഇയാൾ സ്വർണം ഒളിപ്പിച്ചിരുന്നത്.